അപ്പൊ മന്ത്രജപത്തിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏത് മന്ത്രം ജപിക്കണം ശരീരം ചൂടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തുക, സാഹചര്യത്തിൽ മാറ്റം വരുത്തുക, അതേമാതിരി പൊസിഷനിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പൊ അതാണ് പ്രിലിമിനറി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ സ്തോത്രപാരായണം, ജപം, ഇതൊക്കെ ഒരു പരിഹാരം നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് ഏത് ദേവനെ അത് എത്ര ഉഗ്രമായാലും ശരി നമ്മൾ ജപിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ പ്രഹ്ലാദനെ സംബന്ധിച്ചോളം നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഘോരമായിട്ടുള്ള രൂപമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അത് വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി അദ്ദേഹം വീക്ഷിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഭക്തി എന്നുള്ള ആസ്പെക്ട് വരുന്ന സമയത്ത് പിന്നെ ഈ ഘോര രൂപത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമില്ല, അത് ആവശ്യമില്ല. പക്ഷെ നമ്മൾ തന്ത്രക്രിയ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രൂപസങ്കല്പങ്ങൾ അവരുടെ ബോധതലം അത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കാൻ പോകുന്ന അതിൻ്റെ സ്വാധീനം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധിയായിട്ടിരിക്കുന്ന ശരീരത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാഹചര്യം വരാം. ഇതിപ്പോ വളരെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുടെ ശരീരത്തിൽ ദേവത വരുന്നു, അനുഗ്രഹിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ചിലവർ തുള്ളലുണ്ട്, അങ്ങനെയുള്ളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു എനർജിയെ നമ്മൾ ഇൻവോക്ക് ചെയ്താൽ നമ്മളെ ശരീരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം പ്രകമ്പനം കൊള്ളും. ഈ പ്രകമ്പനമാണ് ശരിക്കും തുള്ളലായിട്ട് ഭവിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പ്രത്യക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ തലയിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സാധനം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാലുകൾ നമ്മൾ താങ്ങാൻ പറ്റുന്നതൊക്കെയായിട്ട് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങും. അത് ഒരു ബോഡിയുടെ ഒരു നേച്ചറാണ്, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇതൊന്നും ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം ഈ പറയുന്ന ആൾക്കും കൊടുക്കുന്നില്ല, കേൾക്കുന്ന ആൾക്കും കൊടുക്കുന്നില്ല. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മളൊരു കൺസൾട്ടേഷൻ ചെയ്യുന്നു, ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിട്ടൊന്നും ഇങ്ങനെ അനുഗ്രഹിച്ച് പറയുന്നതിൽ വരാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ കാലത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞ കാലത്ത് പറയുന്നുണ്ടെങ്കിൽ അത് അവർ പറയാതെ തന്നെ നമുക്കറിയും. നമ്മളുടെ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒക്കെ പറയുന്നത് അതിൽ വലിയ അതിശയം എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞാണ്. പിന്നെ വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി എന്തായാലും നമുക്ക് ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് സംഭവം നടക്കാൻ പോകുന്നതെങ്കിൽ ഇപ്പോഴത് വെരിഫൈ ചെയ്യാനും പറ്റില്ല. അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ അറിവുകളെല്ലാം അത് പുസ്തകത്തിൽ നിന്നാണെങ്കിൽ ശരി, ജ്യോതിഷം സംബന്ധമാണെങ്കിൽ ശരി, വേറെ ഏതെങ്കിലും തരത്തിലുള്ള സോഴ്സിൽ നിന്ന് ഒരു അറിവ് കിട്ടുന്നത് കൊണ്ട് ആ അറിവ് നമുക്കൊരു ബാധയായിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് പ്രയോജനം ഇല്ലാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ പ്രസന്റ് എന്നുള്ള കണ്ടീഷനിൽ ഈ ജാഗ്രത എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ അറിവുകൾക്കൊന്നും പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. എന്നാലും അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ശരീരത്തിനെ പരിപൂർണമായിട്ടും നമ്മൾ സഹകരിപ്പിച്ച് കൊണ്ടുവേണം സാധനയ്ക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏതൊരു സാധനം ചെയ്യുമ്പോഴും അതിന് തിയറി ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ ഈ തിയറിയും പ്രാക്ടീസിനും റിലവൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരാളുടെ ആ സാധന ചെയ്യുന്ന ആളുടെ വ്യക്തിത്വം അനുസരിച്ച്, വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിനനുസരിച്ചാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ദേവി എങ്ങനെയാണ് ആ പേഴ്സണൽ വശത്തിലേക്കാണെന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു അനുഭവവും പ്രസക്തമല്ല, കാരണം ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ഞാൻ ഒരു സൂചനയാണ് തരുന്നത്. സൂചന എന്ന് വെച്ചാൽ ഇപ്പം എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്ക് വരണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നാലും ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം അറിയാതെയോ അല്ലെങ്കിൽ പാത്ത് കൃത്യമായിട്ട് ലക്ഷ്യം അതിൻ്റെ വഴി കൃത്യമായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് അബദ്ധങ്ങൾ പറ്റാൻ സാധ്യത വരും. പ്രത്യേകിച്ചും ഈ ഉഗ്രമുക്തികളെ മാതിരിയുള്ള സാധനകൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരും. ഈ പ്രത്യങ്കര ദേവി എന്നുള്ള ആ സങ്കല്പം എൻ്റെ സാധനയിലേക്ക് കടന്നു വരുന്ന വളരെ കുറേ മുമ്പാണ്. ഏകദേശം ഒരു 1990 ഞാൻ അപ്പോൾ ആ സമയത്ത് ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി ശ്രീവിദ്യ ഉപദേശം എടുക്കുന്നു.
ആ ലൈനിലേക്ക് ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എങ്ങനെ ദേവതകളും അതീന്ദ്രിയ ജ്ഞാനത്തെ പറ്റി, പ്രേതങ്ങളെ പറ്റി, ഗോസിനെ പറ്റി, ഈ യക്ഷി ഗന്ധർവന്മാർ ഇങ്ങനത്തെ ദേവതകളെ പറ്റിയൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആകാംക്ഷയും ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടുതൽ പല പുസ്തകങ്ങൾ വായിക്കുകയും പല ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ആണ് ഞാൻ ഇങ്ങനെ ഒരു 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 ദേവതാ സങ്കല്പത്തെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. അപ്പോഴേ ആ കാലഘട്ടത്തിൽ പുസ്തകമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് ഈ ശ്രീവിദ്യ വാങ്ങിച്ച് ഉപദേശം വാങ്ങിച്ച സമയമാണ്. വളരെ തീവ്രമായിട്ട് തന്നെ ഞാനത് ഇൻഡൽ ചെയ്തു. ഒരു ദിവസം 6 മണിക്കൂറൊക്കെ ഇരുന്ന് ജപിക്കും. പ്ലസ് ഓഫീസിൽ പോകുന്നപ്പോൾ ഒഴികെ, അതല്ലാതെ ആ സമയത്ത് ഇപ്പോൾ ഇന്ത്യൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി, ഈ ഉപാസനകളൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരു അംഗരക്ഷകയായിട്ട് ഒരു ദേവതയെ കൊണ്ടു നടക്കാറുണ്ട് എന്നുള്ളത് ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ ഒരു ദേവതയെ സ്വീകരിക്കണമോ എന്നുള്ളൊരു ആശയം വന്നു. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ അങ്ങനെ ദേവത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് വളരെ തുടക്കം മാത്രമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുമായിരുന്നു, കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചൊന്നും അല്ലാണ്ട് ഇത് വളരെ ഡീപ്പായിട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നും ഒരു ആശ്രമത്തിൽ നിന്നും, ഒരു സിദ്ധ ആശ്രമത്തിൽ നിന്നും, അത് ശ്രീവിദ്യാ പരമ്പരയിൽ വരുന്ന ഒരു ആശ്രമമാണ്. അവിടെ ഒരു പുസ്തകം ഇറക്കി. അപ്പം ആ പുസ്തകത്തിൽ അത് തമിഴിലായിരുന്നു. അപ്പം ഞാൻ ഈ പുസ്തകം ഓർഡർ ചെയ്ത ശേഷം അത് ബാങ്കിലേക്ക് ഒരു ദിവസം വരിക ചെയ്തു. അപ്പം അതെനിക്ക് കൃത്യമായിട്ട് ഡേ ഓർക്കുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അന്നൊരു അമാവാസ ദിവസം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് ഈ പുസ്തകം എൻ്റെ കയ്യിൽ വന്നു. ഞാൻ അന്ന് അവിടെ ബാങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ ലീഷർ ടൈമിൽ, ലഞ്ച് ടൈമിൽ അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു പുസ്തകത്തിൻ്റെ ഇടത് സൈഡിൽ ഒരു ലൈൻ ഡ്രോയിങ്സ് ഒരു ദേവിയുടെ ഉണ്ട്, വലത് ഭാഗത്ത് അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഡിസ്ക്രിപ്ഷൻ, ആ പടം കണ്ട സമയത്ത് സിംഹമുഖിയായിട്ടിരിക്കുന്ന ഒരു ദേവതയാണ് അതിൽ കണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ഈ പ്രത്യങ്കര ദേവിക്ക് എന്താണ് രൂപമെന്നോ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു രൂപം കാണുന്നത് തന്നെ. അപ്പം അതിൻ്റെ വലത് ഭാഗത്ത് ആ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ആൾക്കാർക്കും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന വ്യക്തിക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ട് അംഗദേവതയായിട്ട് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് നിൽക്കുന്ന ദേവതയാണ് ഈ പ്രത്യങ്കര ദേവത എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ സീക്വൻസും ലോജിക്കും എനിക്ക് അപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈനിലേക്ക് പോകുന്ന സമയത്ത് ആ ആഗ്രഹിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഒരു ദേവത തന്നെയാണ് നമ്മളിത് വരുന്നത്. അത് എൻ്റെ കേസിൽ പുസ്തക രൂപത്തിലാണ് വന്നത്. എന്തായാലും ഞാൻ ആ പുസ്തകം അതെടുത്തു. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഇതിൻ്റെ മന്ത്രം കിട്ടണം എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ നമ്മളെ കേരള തന്ത്രശാസ്ത്രത്തിൽ 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഒന്ന് സപരിവാര പൂജയാണ്, ഒന്ന് മാന്ത്രിക തന്ത്രമാണ്, ഒന്ന് മന്ത്രപ്രയോഗങ്ങൾ എന്നുള്ള പുസ്തകമാണ്, പിന്നെ യന്ത്രവിധികളും ഒരു പുസ്തകമുണ്ട്. അപ്പം ഇതിൽ ഞാൻ ഒരു പേജ് എടുത്തിട്ട്, മന്ത്രപ്രയോഗങ്ങൾ എന്നുള്ള ഒരു പേജ് എടുത്തിട്ട്, ബുക്ക് എടുത്തിട്ട് മനസ്സിൽ സങ്കല്പിച്ചു, എനിക്ക് വേണ്ട ഈ ദേവതയുടെ മന്ത്രം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് ഞാൻ ഓപ്പൺ ചെയ്തു. ഒരു പേജ് ഓപ്പൺ ചെയ്ത സമയത്ത് അതിൽ 2 ഭാഗങ്ങളായിട്ട് സൈഡിലായിട്ട് ഈ പ്രത്യങ്കര ദേവിയുടെ മന്ത്രവും അതിൽ ഋഷി ഛാന്ദസന്യാസത്തോടു കൂടിയുള്ള മന്ത്രവും മാലാമന്ത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ തുടക്കം. അപ്പം ഞാനിത് ആ സമയത്ത് എനിക്ക് ശ്രീവിദ്യ മാത്രമേ ഉപദേശം കിട്ടിയിട്ടുള്ളൂ. അപ്പം എൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഇത് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി വാങ്ങണം എന്നാണല്ലോ. അങ്ങനെ ഞാൻ ഇത് ഗുരുവിൻ്റെ അടുത്ത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ജപിക്കാൻ തുടങ്ങി. പക്ഷെ ജപിക്കാൻ തുടങ്ങിയ സമയത്തുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശ്രീവിദ്യയൊക്കെ പുറത്തേക്ക് പോയി, എന്നുവെച്ചാൽ പുറകോട്ട് പോയി. ഞാൻ എപ്പോൾ കണ്ണടച്ചാലും എങ്ങനെ ചെയ്താലും അപ്പോഴൊക്കെ ഈ മന്ത്രമാണ് എൻ്റെ മനസ്സിൽ കയറി വരിക. രൂപത്തിനെ പറ്റി എനിക്ക് അത്ര കണ്ടിട്ടല്ലേ ഉള്ളൂ, അതിനത്ര സ്ട്രോങ് ആയിട്ട് വരുന്നില്ല. അല്ലെങ്കിലും ഞാൻ രൂപത്തിനെ പറ്റി സങ്കല്പിച്ച് ചെയ്യാറില്ല. അപ്പം ഇതിങ്ങനെ കൂടി വന്ന ശേഷം പിന്നെ ഞാൻ ഒരിക്കൽ ഗുരുവിനെ കാണാൻ പോകുന്ന സമയത്ത്
അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ ഒരു ദേവതയുണ്ട്, അപ്പോൾ ആ ദേവതയെ ഉപാസിച്ചാൽ കൊള്ളാമെന്ന് എനിക്കിരുന്നു പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, "ആം, ഇത് നിനക്ക് വേണമെന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ എനിക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് മനസ്സിലൊരു ആഗ്രഹം തോന്നുന്നു, അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശ്രീ ലളിത ത്രിപുരസുന്ദരി മാതിരിയുള്ള ഒരു ദേവതയെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ രാജസിക ഭാവത്തിലുള്ള വളരെ ഫിയേഴ്സ് ആയിട്ടും ഒരു രൂപിയായിട്ടുള്ള ഒരു ദേവതയുടെ ആവശ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൃഹസ്ഥരായിട്ട് ജീവിക്കുന്നവരാണ്, മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം ദേവതകളെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഭാവവും രൂപവും നമ്മൾ സ്വാംശീകരിക്കേണ്ടി വരും. അത് കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അത് ലോജിക്കലായിട്ട് ശരിയാണ്. കാരണം നമ്മളുടെ ഉപാസനമൂർത്തി എന്താണോ അതിൻ്റെ രൂപസങ്കല്പത്തിലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ ബോധതലത്തിലുള്ള പ്രയോഗങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും സാധകനെ ബാധിക്കും. അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ട് പിന്നെ ഉപദേശം ഒന്നും വാങ്ങിച്ചില്ല ഞാൻ. പിന്നീട് ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വിഗ്രഹം ഉണ്ടാക്കുന്നത്. ഈ പൃഥ്വിങ്കിരയുടെ വിഗ്രഹം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് തന്നെ ഈ 93 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വിഗ്രഹം ഞാനിവിടെ തിരുവനന്തപുരത്തിലത്തെ ഒരു ചെല്ലപ്പനാശാൻ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്താണ് കൊണ്ടുപോയി എടുത്തത്. അപ്പോൾ അത് എൻ്റെ സാധാരണ ക്രമത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ വിഗ്രഹം എന്ന് പറയുന്നാൽ ആ വിഗ്രഹം തന്നെയാണ്. അതിപ്പോഴും ഇവിടെയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്പോൺസറായിരിക്കുന്ന ലോപാംബയുടെ വീട്ടിലാണതിപ്പോൾ ഉള്ളത്. Oh